ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് ഡ്രൗണിങ്. അതിൻ്റെ എല്ലാ ചേഞ്ചസും ബോഡിയിലുണ്ടായിരുന്നു. നത്തിങ് അൺയൂഷ്വൽ. പിന്നെ ഈ കേസ് അറ്റൻഡ് ചെയ്ത ഷെരീഫ് സാറാ. അദ്ദേഹത്തിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് 100% അക്യൂറേറ്റാ. വാട്ട് അബൌട്ട് ടൈം ഓഫ് ഡെത്ത്? അനിയ അങ്ങനെ എല്ലാ കേസിലും മരണസമയം കൃത്യമായിട്ട് പറയാൻ പറ്റൂല. ഇതൊരു ഉദ്ദേശം വെച്ച് പറയുന്നതാണ്. വയറ്റിൽ കിടക്കുന്ന ഭക്ഷണത്തിൻ്റെ ദഹനം, ബോഡി ടെമ്പറേച്ചർ ഒക്കെ കൂടെ ഒരു ഊഹം. ശരിക്കും നിങ്ങൾ അറ്റൻഡർമാർ തന്നെ എല്ലാം ചെയ്യണമല്ലേ? പിന്നല്ലാതെ. പക്ഷേ സർജൻ കൂടെ വേണം. വസ്ത്രം മാറ്റുന്നത്, വെട്ടിക്കീറുന്നത്, പിന്നെ കൂട്ടിത്തയ്ക്കുന്നത്, അതൊക്കെ ഞങ്ങളാ. ചേട്ടാ, ഈ കുട്ടിയുടെ ചേട്ടനാണോ ചെയ്തത്? ചേട്ടൻ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? അങ്ങനെ ചോദിച്ചാ സംശയിക്കാനുള്ള ചില കാരണങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? സാധാരണ വീട്ടിലെ കൊച്ച്, വലിയ പിടിപാടൊന്നുമില്ല. അപ്പം പിന്നെ അതൊക്കെ അങ്ങനെ താഞ്ഞു മാഞ്ഞു പോകും. 10-35 കൊല്ലമായിട്ട് നമ്മളിതൊക്കെ കാണുന്നതല്ലേ. ചേട്ടാ, ആരോടൊന്നും തെളിയിക്കാനല്ല. ചേട്ടനല്ല സംശയമുള്ള കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറ. ഒന്നാമത് ബോഡി കഷ്ടിച്ച് 4-5 മണിക്കൂർ വെള്ളത്തിൽ കിടന്നിട്ടുണ്ട്. വീർക്കുകയോ ചീർക്കുകയോ മീൻ കൊത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. കൊച്ചിയിലൊന്ന് കവരടിച്ച് കിടന്ന സമയമായിരുന്നു. കവരും ഉണ്ടായിരുന്നില്ല. മറ്റു രീതിയിൽ എന്തെങ്കിലും? കൊച്ചി ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി. അങ്ങനെ റേപ്പ് അറ്റൻഡ് ഒന്നും നടന്നിട്ടില്ല. ആരും ബലമായി പിടിച്ചതിൻ്റെ അടയാളം കയ്യിലും കഴുത്തിൻ്റെ പുറയിലും ഉണ്ടായിരുന്നു. ഇടത്തെ കാതിലെ കമ്മൽ പകുതി ഒടിഞ്ഞ നിലയിലായിരുന്നു. ഇടത്തെ കൈയിലെ മോതിര വിരലിലും ഒരു അബ്രഷൻ ഉണ്ടായിരുന്നു. അയ്യോ അനിയ, ഐസക് സാറെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. പുറത്താടത്തും പോയി പറയല്ലേ? അല്ല, പറഞ്ഞാലും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. വേണ്ട. പോസ്റ്റ്മോർട്ടം ടേബിളിൽ കണ്ട ബോഡിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇനി വെള്ളത്തിൽ കണ്ട ബോഡിയെ പറ്റി അറിയണമെങ്കിൽ തൊണ്ടിക്കുട്ടനോട് പോയി ചോദിക്കണം. പോലീസ് വിളിപ്പിച്ചിട്ടാ സാറേ ഞാൻ വാർഫിലെത്തിയത്. ഞാൻ വരുമ്പോ ബോഡി ഒരു 50 മീറ്റർ മാറി പോളെ കുരുങ്ങി കിടക്കായിരുന്നു. എന്നതാടാ, ആ കൊച്ചു പാലത്തിൽ നിന്ന് ചാടിയിട്ട് ഒഴുകി വന്നതോ മറ്റോ ആണോ? സാറേ, ആ സമയം വേലിയിറക്കുമല്ലേ. പാലത്തുമ്പേന്നാണ് ചാടണമെങ്കിൽ ബോഡി വലിച്ച് അറബിക്കടലിൽ എത്തിക്കും. കപ്പൽ ചാലിൽ ആണല്ലേ സാറേ. നീ കയറി വാ. എടാ, കൊച്ചിന്റെ ദേഹത്ത് സ്വർണം വല്ലതും ഉണ്ടായിരുന്നോ? എന്നാ സാറേ? എടാ, വല്ല മാലയോ മോതിരോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ലായിരുന്നു സാറേ. ചേട്ടാ, ആ കുട്ടി ചാടുന്നതിന് മുമ്പ് വരെ കയ്യിലൊരു മോതിരവും കഴുത്തിലൊരു മാല ഉണ്ടായിരുന്നു. കരക്കടുപ്പിച്ച ശവത്തിലൊന്നുമില്ലായിരുന്നു സാറേ. എടാ തൊണ്ടിക്കുട്ടാ, കരക്കടിപ്പിച്ച ശവത്തിലൊന്നും ഉണ്ടായിരുന്നില്ല, അത് ശരിയാ. പക്ഷെ വെള്ളത്തിൽ കിടന്നിരുന്ന ശവത്തിലോ? അതിലൊന്നുമില്ലായിരുന്നോ? എന്റെ പൊന്ന് സാറേ, സാറിന് അറിയാലോ, ഒരു ശവം മുങ്ങി തപ്പിയെടുത്ത് കൊടുത്താൽ കിട്ടണ 1000 രൂപയാ. അതിലും ചിലവർ കൈയിട്ട് വരാൻ വരും. പിന്നെ തിരിച്ചൊന്നും പറയാത്ത ശവത്തിൽ നിന്നല്ലേ സാറേ എന്തെങ്കിലും കിട്ടും. എന്നിട്ട് നിനക്ക് എന്താ കിട്ടിയത്? മോതിരം. എവിടെയാ അത്? വിറ്റു. തിരിച്ചെടുക്കാൻ പറയരുത് സാറേ. പിന്നെ മാല ഞാൻ കണ്ടിട്ടില്ല. ചേട്ടാ, ചേട്ടാ മോതിരം തിരിച്ചേരണ്ട. മോതിരം ഊരിയത് വെള്ളത്തിൽ വെച്ചല്ലേ? അതെ. ചേട്ടൻ മോതിരം ഊരിയപ്പോ സ്മൂത്ത് ആയിട്ടല്ലേ വന്നേ? അതെ. ഈ ശവത്തിന്റെ ഒക്കെ ശാപം നീ എവിടെ കൊണ്ട് കഴുകിക്കളയോടാ?
നീ എന്നതാണ് ആലോചിക്കുന്നത്? മോർച്ചറി അറ്റൻഡർ പറഞ്ഞ പോലെ മെറിൻ മരിച്ചിട്ട് വെറും 3-4 മണിക്കൂറായിട്ടുണ്ടായുള്ളൂ. അത് അത്ര എളുപ്പമായിട്ട് മോതിരൂരി എടുക്കാൻ പറ്റിയത്. തലേന്ന് 6 മണിക്ക് കിടന്ന സംഭവമായിരുന്നെങ്കിൽ ഒരിക്കലും വെള്ളത്തിൽ കിടന്ന് ചീർത്ത ബോഡിയിൽ നിന്ന് മോതിരൂരാൻ പറ്റൂല. ആ അത് ശരിയാ സാറേ. അച്ചു, ഇത്രയും ടെക്നോളജി യൂസ് ചെയ്യുന്ന ഈ കാലത്ത് ഒരു മൊബൈൽ ഫോൺ ട്രേസ് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടാണോ? അല്ല, പക്ഷെ മെറിൻ്റെ ഫോണിലെ ഡാറ്റാസ് എല്ലാം റിട്രീവ് ചെയ്തെന്നാ പോലീസ് പറയുന്നത്. ഡാറ്റയൊക്കെ എടുത്തു, പക്ഷേ ആ ഫോൺ എവിടെ? പോലീസ് അതിന്റെ പുറകെ എന്താ പോവാത്തത്? ആ ദേ ഏടെ ഫൈൻ ഒഴിവാക്കിയേ, ഇനി ചെല്ലാൻ വരൂല. താങ്ക് യു ചേട്ടാ. ഇനി ഇങ്ങനെ എപ്പ ക്യാമറയിൽ പെട്ടാലും അപ്പ തന്നെ എന്നെ വിളിക്കണം. 3000 എന്റെ ഫീസ് 3000. ആ ഗൂഗിൾ പേ ചെയ്തേക്കാം. ആ മതി. ചെയ്തിട്ടുണ്ട്. ആ. അളിയാ പറയടാ. എടാ ലാലു, നീ എവിടെയാ? ഞാൻ എവിടെ പോവാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എടാ, എനിക്കൊരു ഫോണിന്റെ ഡീറ്റെയിൽസ് എടുക്കാനാണ്. ഒരു കേസിന്റെ ആവശ്യത്തിനാ. ഓ, നീ സർവീസിൽ ജോയിൻ ചെയ്തോ? കൺഗ്രാറ്റുലേഷൻസ്. പോലീസിന് വേണ്ടിയല്ല, ഒരു ചാനലിന് വേണ്ടിയാ. 6 മാസം മുമ്പ് മരിച്ചൊരു പെൺകുട്ടിയുടെ ഫോൺ മിസ്സിംഗ് ആ ഡീറ്റെയിൽസ് ഒക്കെ പോലീസ് എടുത്തിട്ടുണ്ട്. ഓ പക്ഷെ ഫോൺ കിട്ടിയിട്ടില്ല. 6 മാസമായിട്ട് സ്വിച്ച് ഓഫ് ആണ്. ഓ ഹോ ഹോ ഹോ. എടാ ഡീറ്റെയിൽസേ നമുക്ക് സർവീസ് പ്രൊവൈഡർ വഴി എടുക്കാം. പക്ഷേ കേസ് ഉള്ളത് കൊണ്ട് അവന്മാർ തരണമെന്നില്ല, എന്നാലും നമുക്ക് സെറ്റാക്കാം. ഈ മൊബൈൽ കിട്ടണമെങ്കിൽ നീ അതിന്റെ IMEI നമ്പർ ഒപ്പിക്കും. മിസ്സായ മൊബൈലിന്റെ ബോക്സിലോ ഇൻവോയ്സിലോ അത് കാണും. ആ നമ്പർ കിട്ടിയാൽ നമുക്ക് നോക്കാം.